ശാലോം TV പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷമാണ് സഭയുടെയും സന്തോഷം. നമുക്കിന്നറിയാം, ആധുനിക കുടുംബങ്ങളിൽ സ്നേഹം പറ്റിപ്പോകുന്നുണ്ടോ? പാപ്പായി പുസ്തകത്തിൽ പറയുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെ സന്തോഷമാണ്. പ്രഭാഷണ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം സന്തോഷിക്കുന്ന മനുഷ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള ആ ലയം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ സ്നേഹം, അത് വളർത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഈ ചർച്ചയിലേക്ക് നമ്മൾ വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. നമുക്ക് സുപരിചിതരായ അതിഥികൾ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് അവരെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി തന്നെ തൃശ്ശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ വികാരിയും കുടുംബങ്ങളെ ഏറെ സ്നേഹത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വർഗീസ് കുത്തൂരച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് സുപരിചിതനായ ഫ്രാൻസിസ് മാഷിനെയാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും തൃശ്ശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായ പ്രൊഫസർ KM ഫ്രാൻസിസ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിലേക്ക് നമുക്ക് അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും തൃശ്ശൂർ അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ ആദ്യ വനിതാ സെക്രട്ടറിയുമാണ്. ഡോക്ടർ മേരി റെജീനയെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദാമ്പത്യം വളർത്തേണ്ട യാഥാർത്ഥ്യമാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുകയായിരുന്നു. അതിൻ്റെ കൂടുതൽ ചർച്ചകളുമായി ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ദാമ്പത്യം വളർത്തിയെടുക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയായിരുന്നു. കൂടുതൽ ഇതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് വിവാഹമോചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ അനാവശ്യമായ ഇടപെടലാണെന്ന് കോടതി ജോലി ഇതിന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കും. അപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെ കൃത്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു സഹായം നമുക്ക് മക്കൾക്ക് കൊടുക്കാനുണ്ട്. പ്രധാനമായും ഒരു ലിസണർ, പ്രാർത്ഥനയുടെ തലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപവാസവും അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മാതാപിതാക്കളെക്കുറിച്ച് അച്ഛൻ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ വിവാഹം കഴിച്ച് അയച്ച മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും കണ്ണീരോടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചാൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഈ ദാമ്പത്യ സ്നേഹത്തിൽ വളരാൻ അവർക്ക് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ മാഷ് പറഞ്ഞു, സാറിൻ്റെ പിതാക്കന്മാരൊക്കെ പറയുന്നതാണ് അച്ഛന്മാർ പട്ടം കിട്ടിയാൽ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന്. കല്യാണം കഴിഞ്ഞാൽ ദമ്പതികൾക്കായിട്ടുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മാഷ് പറയുമ്പോൾ പലപ്പോഴും അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, അതിലൊട്ടും കുറവ് കാണിക്കണ്ട. പക്ഷേ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ദമ്പതികളായ മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ക്ഷമ കൊടുക്കണേ, പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു പ്രകാശം കൊടുക്കണേ, ഇങ്ങനെ ഒരു ചിന്താഗതിയും കൂടി അതിൽ കടന്നു വരാനായിട്ടുണ്ട് വസ്തുത. പിന്നെ ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കളുടെ ഇടപെടൽ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ അനാവശ്യ ഇടപെടലുകൾ എവിടെ നിന്നാണ് കയറി വരുന്നതെന്ന് മക്കളും കൂടി മനസ്സിലാക്കണം. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാതാപിതാക്കൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് അമ്മമാർക്കുണ്ട്. അതിൻ്റെ കാരണം, ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണെങ്കിൽ അമ്മമാർ ഭർത്താവിന് പുറം കൂട്ടുകാരുണ്ടാവും. ഭാര്യയ്ക്കും മക്കളും മാത്രമാണ് കൂട്ടുകാർ. അപ്പോൾ ഈ ഭാര്യ മക്കളുടെ മേൽ അമിതമായിട്ട് ആശ്രയിക്കാൻ തുടങ്ങും. ഈ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് ഈ മകളുടെ മേൽ ഒരു തരം പൊസസീവ് ലവ്, എൻ്റെ സ്വത്താണെന്നുള്ള തോന്നലുണ്ടാവും. അത്തരം കുടുംബങ്ങളിൽ വിവാഹം കഴിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ഈ മകളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊരു അൺകോൺഷ്യസ്, അറിയാതെയുള്ള പ്രക്രിയയാണ്. അപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടാവണം അവർക്ക്. എന്നിട്ട് ക്ഷമാപൂർവ്വം അവർ കാത്തിരിക്കണം. അപ്പോൾ അമ്മ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിൽ
എന്തിനാണ് ഇത്രയധികം വിദ്യാഭ്യാസമൊക്കെ നമ്മൾ നേടിയിട്ടുള്ളത്? ആ വിദ്യാഭ്യാസം ഉപയോഗിക്കുകയും സഭ നൽകിയിട്ടുള്ള ചില അനുഭവങ്ങൾ, പാഠങ്ങൾ പഠിക്കുകയും, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് ചിന്തിക്കുകയും ചെയ്യാൻ മക്കൾ തയ്യാറാവണം. പിന്നെ ഈ ഭാര്യാഭർത്തൃ ബന്ധം അത്രയും ശക്തമാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഇടപെടലുകളെ അവർക്ക് തന്നെ വിവേചിച്ചറിയാനും ഇവിടെയാണ് ഈ ഭാര്യ ഭർത്തൃബന്ധം നല്ല സൗഹൃദമാണെങ്കിലേ അവരൊരു ധാരണയിൽ വരും. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ ബന്ധങ്ങളെ അതൊന്നും ബാധിക്കരുത്. അവിടെ രണ്ടുപേരും വിവേചന ശക്തി ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വനിതാ ശാക്തീകരണത്തിന് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹം ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതിലൊന്നാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസം. അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ജോലി, സാമ്പത്തിക സുസ്ഥിരത, സ്ത്രീകൾ ജോലി ചെയ്ത് കൊണ്ടുകൊണ്ടാണ് കുടുംബങ്ങൾ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടതെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ എനിക്ക് തോന്നുന്നു അതും ഈ തകർച്ചയ്ക്കൊരു കാരണമാവുന്നുണ്ടോ എന്നൊരു ചിന്തയുണ്ട്. സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, പ്രകൃതിയും ദൈവവും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേകമായ ഒരു ജോലിയാണ്. അത് ഈ മക്കളെ വളർത്തുക, കുടുംബത്തെ സംരക്ഷിക്കുക. അപ്പോൾ അതിന് വിഘാതമായി എന്തു വന്നാലും, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ സ്വാതന്ത്ര്യം എന്ത് വന്നാലും അതിനെ പിന്നാക്കം തള്ളേണ്ട, ഒന്ന് താഴ്ത്തി വെച്ച് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നെ ഏൽപ്പിക്കപ്പെട്ട കുടുംബത്തെ ഭംഗിയായി നോക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ സാധാരണ പെൺകുട്ടികൾക്ക് അതിലോട്ട് വളർത്താൻ വേണ്ടി സപ്പോർട്ടീവ് ആയിരിക്കണം. എനിക്കുള്ള ജോലി, എനിക്കുള്ള സമൂഹത്തിലെ സ്ഥാനം, എനിക്കുള്ള സ്വാതന്ത്ര്യം, എൻ്റെ പണം, ഇതൊക്കെ എൻ്റെ കുടുംബത്തെ വളർത്തുവാനുള്ള ഉപാധികൾ മാത്രമാണ്. അല്ലാതെ അതെല്ലാം കൂടി എൻ്റെ കുടുംബത്തെ തളർത്തരുത് എന്നൊരു ബോധം എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും പ്രത്യേകമായി വേണ്ടതാണ്. ജോലി ഒരു ലക്ഷ്യമല്ല, അല്ല. ജോലി കുടുംബത്തെ വളർത്താനുള്ള സപ്പോർട്ടീവ് ആയിരിക്കണം. പലപ്പോഴും എന്തുണ്ടാകുന്നു, ജോലി നേടുക, പണം സമ്പാദിക്കുക ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് തീരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവരെ ഇപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെയുള്ള ആ മനസ്സ് ഇന്ന് കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് സാറെ ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ പ്രോസസ്സിനെ ഞാൻ ഒന്ന് വിലയിരുത്താറുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഞാൻ സർവ്വസ്വതന്ത്രനായിരുന്നു. വിവാഹിതനായതോടുകൂടി എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരു പരിധി വന്നു. ഒരു കുട്ടി കൂടി കടന്നു വന്നപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം കുറച്ചും കൂടി ചുരുങ്ങി. 2 കുട്ടിയായപ്പോൾ വീണ്ടും ചുരുങ്ങി, 3 കുട്ടിയായപ്പോൾ വീണ്ടും ചുരുങ്ങി, 4 കുട്ടിയായപ്പോൾ ഞാൻ ഇല്ലാതായി. ഇല്ലാതായി. അപ്പോൾ പരിമിതപ്പെടുത്തുന്ന സ്വാതന്ത്ര്യമാണ് യാഥാർത്ഥ്യം. അല്ലാണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കണം എന്ന് ഒരു വ്യക്തി ചിന്തിച്ചാൽ അത് അതിനാൽ തന്നെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ അടിവേരാണ്. പങ്കുവയ്ക്കപ്പെടലാണല്ലോ, പങ്കുവയ്ക്കപ്പെടലാണ്. ഇപ്പൊ എനിക്ക് ഞാൻ മുറിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ഇങ്ങനെ മുറിച്ചു കൊടുക്കും തോറും അവിടെ വേദനയുണ്ട്, പക്ഷെ ഇല്ലാതായി തീരുന്നുണ്ട്. പക്ഷെ എൻ്റെ ചുറ്റും ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവം വരുന്നുണ്ട്, സന്തോഷം അനുഭവിക്കണം എന്നാണ് മാർപ്പാപ്പ നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർ വളരുന്നതിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യൻ വളർന്നു വരികയാണ്. പൗലോസ്ലിയുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ഭാഗം ദമ്പതികളോട് ചിലപ്പോൾ പറയാറുണ്ട്, ദൈവത്തിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി. അതുകൊണ്ടാണ് ഈശോ രക്ഷകനായതും ഈശോയുടെ ജീവിതം നമുക്ക് രക്ഷയായതും. ഇതുപോലെ കുടുംബത്തിൽ ഓരോരുത്തരും മുറുകെ പിടിക്കാതിരിക്കുക, വാശി പിടിക്കുക, ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു ലെവൽ മാറി നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് എളിമപ്പെട്ടു, ഒന്ന് ചുരുങ്ങിക്കൊടുത്തു. അങ്ങനെ ചുരുങ്ങിക്കൊടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ കുടുംബത്തിന് രക്ഷയുടെ അനുഭവം ഉണ്ടാകും. സ്നേഹം വളർത്താൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു സ്നേഹത്തിന്റെ നിലപാടിലേക്ക് എല്ലാവരും എത്തുക. ഞാൻ എന്നേക്കാൾ മറ്റുള്ളവന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക്. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ സ്വയം ഒന്ന് താഴുക എന്നൊക്കെ പറയാം. കാരണം അവരങ്ങനെയാണ്, അവരെ ഈഗോ ഒക്കെ വളർത്തി, നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന അങ്ങനെയാണ്. നിങ്ങളാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇല്ല, ഈ ഭൂമിയിലേക്കും വെച്ച് രാജാക്കന്മാർ
രാജകുമാരിമാരും ആണ് എന്നുള്ള അത് ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കുന്നത് അങ്ങനെയാണ്. ഡ്രസ്സ് പോലും നമ്മൾ അങ്ങനെയാണ്. രാജകുമാരന്മാരുമായിട്ട് നമ്മുടെ മക്കൾ വളരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണിത്. ഒരു വലിയ പ്രതീക്ഷ, അതായത് ഞങ്ങൾ രാജാവാണെന്നുള്ള പ്രതീക്ഷ. നമുക്കിപ്പോൾ ഒരു ബൈറ്റിലേക്ക് പോകാം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ പ്രവേശിക്കണം, അങ്ങനെ പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ബൈറ്റ് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ ഭർത്താവിനുമായിട്ട് കല്യാണത്തിന് മുമ്പ് ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു മുൻകൂർ ജാമ്യം എടുത്തു. അതായത് ഡോണ്ട് എക്സ്പെക്റ്റ് ടു മച്ച് ഫ്രം മീ എന്ന്. എന്താണ് അങ്ങനെ ഒരു വാചകം പറഞ്ഞതെന്ന് അന്ന് എനിക്കൊന്നും അത്ര മനസ്സിലായില്ല എന്ന് വേണം വിചാരിക്കാൻ. പക്ഷെ പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, ഇതൊരു മുൻകൂർ ജാമ്യം തന്നെയായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞങ്ങളൊന്നും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല കല്യാണത്തിനൊക്കെ പുറപ്പെടുന്നത്. അച്ഛൻ അല്ലെങ്കിൽ അപ്പനും അമ്മയും കൊണ്ടുവരുന്ന ഭർത്താവിനെ ഞങ്ങൾ കല്യാണം കഴിക്കും, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. ഇപ്പോൾ 45 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കൊക്കെ വരും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ദൈവം സഹായിച്ചിട്ട് അതൊക്കെ അങ്ങ് നീങ്ങി പോയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ഒരു വല്ലാത്തൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ തീർത്താൽ തീരില്ല, അത് ദൈവം മാത്രം വിചാരിച്ചാലേ അത് തീരുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ദൈവത്തിന് കൊണ്ടു കൊടുക്കും. നീ തീർത്തോ എന്നങ്ങ് ഞാൻ പറയും. അത് നീ തീർത്താൽ മതി, എന്നാലേ തീരുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയാം. ഇപ്പോഴത്തെ തലമുറയും ദൈവത്തിൽ ആ വിശ്വാസം വരുത്തണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും മാറുകയും ചെയ്യും, അതോടുകൂടിയിട്ട് സ്നേഹം കൂടുകയും ചെയ്യും. ഏത് പ്രോബ്ലം സോൾവ് ചെയ്താലും നമുക്കറിയാം കുറച്ചും കൂടെ നമുക്ക് സ്നേഹം കൂടുകയുള്ളൂ. അത് കൂട്ടണം. അത് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾ ഈ കുടുംബം പറഞ്ഞതുപോലെ അനുദിനം വളർത്തിയെടുക്കേണ്ടതാണ് ഈ ദാമ്പത്യ സ്നേഹം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തക്ക സമയത്ത് പറയുന്ന തക്ക വാക്കുകൾ സ്നേഹത്തെ അനുദിനം സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യും. ഇതിൽ പറയുകയാണ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ശത്രുക്കളുടെ ഇടയിലുള്ള നിശബ്ദത ദുസ്സഹമാണ്. ചിലപ്പോഴെങ്കിലും ഒരു തക്ക വാക്കോ ഒരു തക്ക ഇടപെടലോ നടത്തിയാൽ പലപ്പോഴും ഈ ദാമ്പത്യ സ്നേഹം വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. പലപ്പോഴും കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ പലപ്പോഴും നടക്കാത്തതല്ലേ അതിൽ തന്നെ മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും ഒരു ചെറിയ വാക്കോ ഒരു നോട്ടത്തിലോ, ഞാൻ നിന്റെ ശത്രുവല്ല, നീ എൻ്റെയും ശത്രുവല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ആ നോട്ടത്തിലോ വാക്കിലോ ഉണ്ടെങ്കിൽ തന്നെ പല പാച്ചപ്പ് ചെയ്യും ഇല്ലേ? നമ്മൾ ഒരുപാട് പലരും വിചാരിക്കുന്നു ഈ മൗനം ഇതിനെ സഹായിക്കുമെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ഇനി കൂടുതൽ വഴക്കുണ്ടാകും, പ്രശ്നങ്ങൾ തീരും. അത് അങ്ങനെ ആണോ മാഷെ? പലപ്പോഴും ഇത് വളർത്തുകയാണോ ചെയ്യുന്നത്? ഈ മൗനം വളർത്തുന്നുണ്ടോ? ഈ മൗനം ചില സന്ദർഭങ്ങളിൽ മൗനം എന്ന് പറയുന്നത് സ്വയം ധ്യാനിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ ആരാധനാക്രമത്തിൻ്റെ ഇടയിൽ തന്നെ അല്പസമയം നമ്മൾ മൗനം അവലംബിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ശ്രവിക്കുകയാണ്. പക്ഷെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന മൗനം എന്ന് പറയുന്നത് പിണക്കത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഈ മൗനം വളരെ മനഃശാസ്ത്രപരമായിട്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് മൗനം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങാനുള്ള ചില കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ വന്നിട്ട് എന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ചേട്ടാ ഇന്നത് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ചേട്ടാ ഇന്ന കാര്യം ചെയ്യണ്ടേ, വീണ്ടും ഞാൻ കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കാത്ത പോലെ ഇരുന്നാൽ എന്തുണ്ടാകും? ഇപ്പോൾ ഇത് ശ്രവിക്കുന്ന ആൾക്കാരുടെ ഭാര്യയോ ഭർത്താവോ വന്നിട്ട് ഇന്ന് കറി വയ്ക്കാൻ എന്താണ് വാങ്ങേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് മിണ്ടാതെ ഇരുന്നാൽ 3 or 4 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ആൾ പൊട്ടിത്തെറിക്കും. അത് ഭയങ്കരമായ മാനസിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. അപ്പം മൗനം എന്ന് പറഞ്ഞാൽ ഈവൻ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഷിസോഫ്രീനിയ രോഗത്തിൻ്റെ ആരംഭം പോലും
റെഫ്രിജറേറ്റർ മദേഴ്സ്. ആ പ്രയോഗം നിങ്ങൾ നെറ്റിലടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ പ്രയോഗം വളരെ എളുപ്പത്തിൽ മനഃശാസ്ത്രം പഠിക്കാത്ത ആൾക്കാർക്ക് കിട്ടും. റെഫ്രിജറേറ്റർ മദർ എന്ന് പറഞ്ഞാൽ അത്തരം അമ്മയുടെ അടുത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ റെഫ്രിജറേറ്ററിൽ വെച്ച ഇറച്ചി പോലെയാകുന്നു. എന്ന് പറഞ്ഞാൽ അമ്മേ എന്ന് വിളിച്ചാൽ എന്തോ എന്ന മറുപടിയില്ല. അപ്പോൾ എപ്പോഴും പിണങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും മൗനം പാടില്ല. പിണങ്ങിക്കഴിഞ്ഞാൽ മൗനം പൊട്ടിത്തെറിയിലേക്കാണ് നയിക്കുക. അപ്പോൾ ഈ മൗനം വലിയ ആയുധമാണ്. ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഇടയിൽ എടുത്തിരുന്ന ഏറ്റവും വലിയ ആയുധമായിരുന്നു മൗനം. എൻ്റെ അമ്മേനെ തോൽപ്പിക്കാൻ എടുത്തിരുന്ന ആയുധമായിരുന്നു മൗനം. പക്ഷേ അവർ തകർന്നു പോകും. അത് ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് മൗനം ഹൃദയത്തെ തകർത്തു കളയും. ഇപ്പോൾ വയസ്സായ സ്ത്രീകൾ തന്നെത്താൻ വർത്തമാനം പറഞ്ഞ് നടക്കും. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് അത് ചിന്നൻ്റെ അസുഖമാണെന്ന്. ചിന്നൻ്റെ അസുഖമല്ല. ഇപ്പം ഞാൻ ഒരു വിദ്യാർത്ഥി വന്നിട്ട് എന്നോട് കുറേ അധികം സംസാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ അവൻ പൊട്ടിത്തെറിച്ച് സ്വയം വർത്തമാനം പറഞ്ഞിട്ടാണ് പോവുക. അപ്പം മൗനം അകൽച്ചയിലേക്ക് നയിക്കുക. അതുകൊണ്ട് ഇത് ശ്രവിക്കുന്നവരെങ്കിലും വീടിനകത്ത് മൗനം വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വളരെ ബുദ്ധിമുട്ടി മൗനത്തെ ഇല്ലാതാക്കി ബന്ധത്തെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ ശ്രീ എക്സ് സാറ് അവതരിപ്പിച്ച പോലെ ഓരോ പ്രതിസന്ധി കഴിയും തോറും സ്നേഹം കൂടി. അതോടൊപ്പം തന്നെ മറുവശം കൂടി നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഇപ്പോൾ ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ ഭാര്യ അതുപോലെ തന്നെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തീ പാളുള്ളൂ. അപ്പോൾ അവിടെ ചിലപ്പോൾ ആ മൗനം കുറച്ച് രക്ഷാകരമാണ്. അവിടെ അല്പം നിശബ്ദത പാലിക്കുക, ഇപ്പോൾ ഒന്ന് കീഴടങ്ങാം. പിന്നെ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ശാന്തമാകുമ്പോൾ ഭർത്താവിനോട് കാര്യങ്ങൾ പറയണം. പറയാതിരിക്കുന്നത് ഒരിക്കലും അത് വിമിഷ്ടം ഉണ്ടാക്കുള്ളൂ, സപ്രസ് ചെയ്യാണ്. അപ്പോൾ പറയണം. ഇത് എളുപ്പമല്ല. ഇവിടെ ഈ ഒരു മൗനം വിവേകത്തോടെ പാലിക്കാനും മൗനം കഴിഞ്ഞ് വിവേകത്തോടെ കാര്യങ്ങൾ പറയാനും സാധിക്കുക എന്നുള്ളത് അതൊരു ദൈവകൃപ തന്നെയാണ്. ദേഷ്യത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വരരുത്, ആകരുത്. വാശിയുടെ ബൈ പ്രൊഡക്റ്റ് ആകരുത്. അത് കുടുംബജീവിതത്തെ വളർത്താനുള്ള ഒരു രക്ഷാകരമായ മാർഗമായിട്ട് അതിനെ കാണാനായിട്ട്. മാനുഷികമായി നമുക്ക് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ദൈവകൃപയുടെ ഒരു ശരിക്കും അതുപോലെ ഈ ഒരു ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് അല്ലേ, ഈ ദാമ്പത്യം വളർത്തുന്നതില് ക്ഷമാപൂർവ്വം കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ അച്ഛൻ പറഞ്ഞു. നേരത്തെ ടീച്ചർ ശരിക്കും പറഞ്ഞു, ജോൺ സിറിക് സാറിന്റെ ഭാര്യ പറഞ്ഞില്ലേ, ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം പരിഹരിക്കുന്നുള്ളൊരു ചിന്തയോടുകൂടെ പ്രാർത്ഥിച്ച് തന്നെ മുന്നേറുക. അവിടെയാണ് നമ്മുടെ കൂദാശ ജീവിതവും വചന വായനയും വല്ലപ്പോഴൊക്കെയുള്ള ദമ്പതികൾ ഒരുമിച്ച് ധ്യാനം കൂടുന്നതും കുറച്ച് നേരം ഞാൻ പള്ളിയിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൂർദ് പള്ളിയിൽ അടിപ്പള്ളിയിൽ ചിലപ്പോഴൊക്കെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ആരാധനയിൽ വന്ന് ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലും, പതുക്കെ അടുത്തടുത്തിരുന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ ചോദിക്കുക എന്ത് അല്ല ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവുക, ഞാൻ രണ്ടുപേരും അല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേ, അപ്പോൾ ദൈവം എന്താ ഞങ്ങൾക്ക് തരണേ, അല്ലെങ്കിൽ ഞങ്ങൾ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഉത്കണ്ഠയുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഞാനിങ്ങനെ പറയുന്നു, അപ്പോൾ ദൈവം അതിൽ ഇടപെടട്ടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ചിലപ്പോൾ ലീവ് എടുത്തിട്ട് പോലും അപ്പോൾ അവരുടെ പ്രയോറിറ്റി കണ്ടോ, ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ഇതിൽ വലിയൊരു ദൈവത്തോട് ആലോചന നടത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ അവർ അത് ശരിക്കും അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസും ഉണ്ടാവും, ദൈവം ഇടപെടും എന്നുള്ള ആ ദൃഢമായ വിശ്വാസം. അതാണ് എനിക്ക് തോന്നുന്നു ടീച്ചറും അതിൽ എക്സ്പ്രസ് ചെയ്തത്. നമ്മൾ ഇതുപോലെ ഒരു യങ് ഫാമിലി അവർ ഇതുപോലെ കുടുംബ പ്രാർത്ഥനയിലും പരസ്പരമുള്ള ധാരണയിലും ദൈവത്തിലുള്ള ആശ്രയത്തിലും പോകുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിനി കാണുന്നത്. അതിൽ ഈ ദൈവാശ്രയത്വത്തിൽ നമുക്ക് എങ്ങനെ ദാമ്പത്യ സ്നേഹം വളർത്തിയെടുക്കാൻ പറ്റുമെന്നൊരു പറയുക. നമുക്ക് ആ ബൈറ്റ് ശ്രദ്ധിക്കാം. ദാമ്പത്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ കുടുംബമായിട്ടിരുന്നാണ് ചെല്ലാറ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥന ചെല്ലുമ്പോൾ അപ്പന അമ്മ ഞാൻ എൻ്റെ ഭാര്യ മോൻ ഞങ്ങൾ കറക്റ്റ് ഒരു ടൈമിങ്ങിനാണ് എല്ലാ ദിവസവും പ്രാർത്ഥന എല്ലാം ചെല്ലുന്നത്.
അതിലൂടെ തന്നെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നു. അതിലൂടെ നമ്മൾ അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന എല്ലാം ഒരുമിച്ചാണ്. അപ്പം നമ്മളെല്ലാം വീടിനെ കുറിച്ചെല്ലാം സംസാരിക്കുകയും നാളത്തെ കാര്യങ്ങളും ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യും, നന്നായി സംസാരിച്ച് നല്ലൊരു കുടുംബജീവിതം അവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുടുംബം മറ്റു ഫ്രണ്ട്സിനെ പോലെ ഒരു കാര്യങ്ങൾക്ക് പോകണം, അപ്പോൾ ഫ്രണ്ട്സ് വിളിച്ചു, നമുക്കിപ്പോൾ വരാൻ പറ്റില്ല, ഒഴിവുകൾ പറയാം. പക്ഷേ നമ്മുടെ കുടുംബത്തോട് നമുക്ക് അങ്ങനെ ഒരു ഒഴിവ് പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ അതിൻ്റേതായ വിള്ളലുകളും പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി എൻ്റെ കുടുംബത്തോട് ഭയങ്കര ആത്മാർത്ഥമായി ഒതുങ്ങി എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ജീവിച്ചു ഫലമായി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. നമ്മൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ നമ്മൾ കൊന്ത ചൊല്ലുകയാണെങ്കിൽ ഓരോ രഹസ്യവും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഓരോ ആവശ്യങ്ങൾ നമ്മൾ കാഴ്ചവെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുശേഷം നമ്മൾ ഒത്തൊരുമിച്ചുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോഴായാലും കുടുംബത്തിൽ അന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും, ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം പരസ്പരം സംസാരിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ അപ്പച്ചനോടും അമ്മച്ചോടും എല്ലാം ചോദിച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനും അവരുടെ നിന്ന് നമുക്കൊരു അനുഭവം നേടിയെടുക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്നത് കുടുംബത്തോടൊത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും അല്ലെങ്കിൽ ഒരു ഔട്ടിങ് ഒരുമിച്ച് പുറത്തു പോകുന്നതിലൂടെ നമ്മുടെ ഒരു കൂടുതൽ ആ സ്നേഹം എന്നും നമ്മൾ ഒരേ ഒരു റൂട്ടീനായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്ന് വിട്ട് നമ്മൾ കുറച്ചൊന്ന് പുറത്തേക്ക് പോയി അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അതുപോലെ നമ്മുടെ കുടുംബങ്ങളെ ഒരുമിച്ചുള്ള എന്തെങ്കിലും ഫംഗ്ഷനുകൾ പങ്കെടുത്തു, അതിലെല്ലാം കൂടെ നമ്മൾ കൂടുതൽ നമ്മുടെ സ്നേഹബന്ധം കൂടുതൽ വളർത്തിയെടുക്കാനെല്ലാം വളരെയധികം സഹായകരമാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഞായറാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോയതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 80% സൺഡേയും ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, എല്ലാവരും കൂടി ഒരുമിച്ച്. അതിനുശേഷം വൈകിട്ട് വീട്ടിൽ വരും, എല്ലാവരും നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതിനുശേഷം ഞങ്ങൾ ഓരോരോ പള്ളികളിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ കുഴിക്കാട്ടുശ്ശേരി പ്രവാസിയമ്മയുടെ അവിടെ. അപ്പം ഞങ്ങളിടയ്ക്ക് പോകും, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒരു പ്രചോദനവും കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഓരോരോ പള്ളികളിലേക്ക് പോകും. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒത്തൊരുമയിൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഞാനാണോ വലുത് ഇവളാണോ വലുതെന്ന ചിന്താഗതി മാറ്റി ഞങ്ങൾ ഒരുമിച്ചാണ്, നീ പറയുന്നത് കറക്റ്റ് ഞാൻ പറയുന്നത് കറക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേഴ്സണൽ ലൈഫിലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഒരേ ഒരു മകനാണ്. ഞാൻ മകനെ ക്യാരിങ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്തി മകന് വേണ്ടി അന്ന് നമുക്ക് വരാനോ ഇരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ആ കുഞ്ഞിനെ കാരണം ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. മക്കൾ എല്ലാം വളർന്നിറങ്ങി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ എന്ന് പറയുന്ന ഒരു ചിന്താഗതി വളരെയധികം വേറൊരു രീതിയിലേക്കാണ് മക്കളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ഒരുമിച്ച് ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി കൊന്ത ചൊല്ലി കാഴ്ചവെക്കാനും എല്ലാം പ്രത്യേകം എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് പ്രത്യേകം പ്രാർത്ഥിക്കാനെല്ലാം ശ്രമിക്കാറുണ്ടായിരുന്നു. ഈ കുടുംബവും പറയുകയായിരുന്നു, അവരുടെ കഴിവുകൊണ്ടല്ല, അവരാരും ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമാണ് അവർ സന്തോഷത്തോടെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും അവർ കുടുംബബന്ധം വളർത്തിയെടുക്കാൻ അവർ ചെയ്യുന്നത് യാത്രകളും ഒരുമിച്ചുള്ള ഭക്ഷണവും ഒരുമിച്ചുള്ള തീർത്ഥ കേന്ദ്രങ്ങൾ സന്ദർശിക്കലും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 80% ദിവസങ്ങൾ ഞായറാഴ്ചകളിലും പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. പക്ഷേ എല്ലാവർക്കും അത് അത്ര പ്രാക്ടിക്കലാവുന്ന നിർബന്ധമില്ല. കല്യാണ പാർട്ടിക്കൊക്കെ പോകണത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാതൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച ഞാൻ അതിനോട് പറയാറുണ്ട്, നമുക്ക് ഞായറാഴ്ച സൺഡേ ഓഫ്, കിച്ചൺ ഓഫ് എന്ന് പറഞ്ഞാൽ തലേദിവസം തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുക, ഒന്ന് ചൂടാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ. അല്ലെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നു, ചിലപ്പോൾ രാവിലെ ബ്രെഡും ബുൾസയൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും അന്ന് നമ്മളൊരു രണ്ടുപേരും ഒരുമിച്ചുള്ള ദിവസമാണല്ലോ. അപ്പോൾ കുറച്ച് സമയം ഒരുമിച്ച് പാചകം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങളങ്ങനെ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം പാകിച്ചു. അത് ആ ദിവസം പിള്ളേരുടെ മുഖത്ത് പ്രത്യേക സന്തോഷം കണ്ടിട്ടുണ്ട്. അവരൊരുമിച്ച് എല്ലാവരും വരുന്ന ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കാത്തിരിക്കുകയും അങ്ങനെ ദാമ്പത്യ സ്നേഹം വളർത്തിയെടുക്കുക. അത് സാധിക്കും. ദാമ്പത്യ സ്നേഹം വളർത്തുക നമ്മുടെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും ഇതൊരു യാഥാർത്ഥ്യമാണെന്നും നമ്മൾ ഈ ചർച്ചകളിലൂടെ ചിന്തിക്കുകയായിരുന്നു. ഇന്നത്തെ ചർച്ചകളിലൂടെ നാം മനസ്സിലാക്കുകയായിരുന്നു ദാമ്പത്യം ഏറെ സ്നേഹത്തോടെ കരുതലോടെ വളർത്തിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന്.
നമ്മൾ കാണുകയായിരുന്നു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മാത്രം ആ ഒരു ദാമ്പത്യ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരുപാട് മാർഗങ്ങൾ ദമ്പതികൾ അവലംബിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സഹായം, നമുക്ക് മുതിർന്നവരുടെ സഹായത്തോടെയൊക്കെ ഈ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് പടിപടിയായി ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ദമ്പതികൾ ഭാര്യയും ഭർത്താവും ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തിക്കൊണ്ട് ഈ സ്നേഹത്തിൽ പടിപടിയായി വളരാൻ നമുക്ക് സാധിക്കും. പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് നിങ്ങളെ സ്നേഹത്തിൽ വർദ്ധിപ്പിക്കുകയും സമൃദ്ധരാക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഈ ദാമ്പത്യ സ്നേഹത്തിൽ വളരാം. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തിൽ ആയിരിക്കാം.